ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാപ്പിക്കുട്ടി എവിടേക്കാണ് വന്നിരിക്കണമെന്നല്ലേ? അത് നമ്മുടെ പാപ്പിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു ആൻറ്റി ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, കഴിച്ച് അത് വന്നിട്ട് 2-3 കഷ്ണമായിട്ടുണ്ടായിരുന്നു. അത് 2 ഞാൻ നൂല് കെട്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്മലെന്ന് പറഞ്ഞാൽ 2 കമ്മലും പൊട്ടിയും കിടക്കുന്നുണ്ടായിരുന്നു. ഒരു കമ്മൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ചെവിയിലും ഓരോരോ കമ്മലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വിളക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. അതുപോലെ ഉള്ള മാലയും പൊട്ടിയത് നൂല് കെട്ടിയിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതും ഒന്ന് വിളക്കാം. പിന്നെ കൈചെയിൻ കൊടുത്തിട്ട് അതിനനുസരിച്ച് നോക്കിയിട്ടൊരു വള പോലെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പാപ്പിക്ക് അവിടെ എത്തിയതും തന്നെ ഒരു ബലൂണൊക്കെ കൊടുത്ത് അവളെ ആദ്യം ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ ഇവിടെ നിൽക്കണവർ പാപ്പിയെ അറിയണവർ കൂടിയാണ്, പാപ്പിൻ്റെ വീഡിയോസൊക്കെ കാണണവർ കൂടിയായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം. അപ്പോൾ ഒരു വള ഇങ്ങനെ എടുത്ത് ഇട്ട് നോക്കുന്ന ആൾ ആദ്യം ഇടാനൊക്കെ അയച്ചു. അപ്പോൾ ഈ പൊട്ടിയ ബ്രേസ്ലെറ്റ് വന്നിട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നൂല് കെട്ടിയിട്ട് ഒരു ഭാഗം പൊട്ടിയപ്പോൾ ഇവളിങ്ങനെ വീശി കളിക്കുമല്ലോ. അപ്പോൾ ഈ ചെയറിൽ തട്ടി പൊട്ടിയതാണ്. ഒരു ഭാഗം പൊട്ടിയപ്പോൾ നൂല് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നേക്ക് നോക്കുമ്പോൾ 2 ഭാഗം പൊട്ടിയിട്ട് അത് 2ആയിട്ട് താഴെ കിടക്കണം. അപ്പോൾ ഇനി പൊട്ടിയത് അവളുടെ ഒരു സാധനം നശിപ്പിച്ച് കളയാന്ന് പറയുന്നത് നമുക്ക് വല്ലാത്ത വിഷമമുള്ള കാര്യമാണ്. അതുമല്ല അവരത്രയും കഷ്ടപ്പെട്ട് അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്താണ്, കഴിഞ്ഞ ബർത്ത്ഡേക്ക് കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുപോയി സുധാ മാറ്റിയെടുക്കുക, അതിന് ഇനി കഴിച്ചതിന് പകരം ഒരു വള പോലത്തെയൊക്കെ എടുത്താൽ മതി, അതാകുമ്പോൾ അവൾ ഊരില്ല, നല്ല ടൈറ്റായിട്ട് നോക്കി എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, നമ്മൾ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമല്ലോ, അപ്പോൾ അവൾക്കൊരു യാത്രയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പാപ്പി ആദ്യം ഇട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ ഇത് മതിയെന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു. ഇവൾക്ക് വളയിട്ട് കൊടുത്താലും ഇവൾ ഉറങ്ങുന്ന സമയത്ത് ഇതെല്ലാം ഊരി വയ്ക്കണ ഒരു പരിപാടിയുണ്ട്. നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവളത് ഊരി താഴെ വയ്ക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും എടുത്ത് ഇടുക ചെയ്ത് അറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ആ തൂക്കത്തിന് തന്നെ ഒരു കുഞ്ഞു വള നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 2 വയസ്സ് കുട്ടികളും 3 വയസ്സ് കുട്ടികൾക്കൊക്കെ ഇടാൻ പാകമായ ഒരു വളയാണ്. എനിക്ക് ശരിക്കും അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നു, ഈ വള ഇവളുടെ കയ്യിൽ കയറുമോ എന്നൊക്കെ. അപ്പോൾ ഈ വലത് കയ്യിലിട്ട് കൊടുത്തപ്പോൾ ഉണ്ട് അതിലേക്ക് കുറച്ചൊരു ടൈറ്റ് തോന്നി. അപ്പോൾ ഇടത് കയ്യിലേക്ക് ഇട്ടാലോ എന്ന് വെച്ചിട്ട് ഇടത് കയ്യിലേക്ക് ഇടുകയാണ് കേട്ടോ. അവളത് കറക്റ്റായി കാണിച്ചു. ഇനിയിപ്പോൾ ഒരു കുഞ്ഞുമാവിൻ്റെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ കുഞ്ഞുമാവിൻ്റെ ഒരു 56 അവിടേക്കും ഒന്ന് പോകണം എന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ പോയിട്ട് 2 വർഷമായി. ആ 2 വർഷത്തിൽ ഇവിടുത്തെ ഒരു ഫംഗ്ഷനും നമ്മൾ വരാറുമില്ല. ഈ പാപ്പിനെ കൊണ്ട് യാത്ര ചെയ്യുക, പിന്നെ ഇവളെ കൊണ്ട് പോകണ ബുദ്ധിമുട്ട്, പിന്നെ ആളുകളെ നോക്കുന്നത്, അതൊക്കെ ആലോചിച്ചാൽ നമ്മൾ ഒരിക്കലും പോകാറില്ല. അപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ എനിക്ക് ധൈര്യം വന്നു, ആര് വേണമെങ്കിലും എന്താണെങ്കിലും നോക്കിക്കോട്ടെ എന്നുള്ളൊരു ഇതൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും പോകാമെന്ന് തീരുമാനിച്ചു. അച്ഛൻ പണിക്ക് പോയി. അപ്പോൾ പാപ്പിയും ജോഷിയും അമ്മയും കൂടിയിട്ടാണ് ഇനി അങ്ങോട്ട് കൂടി പോകണം. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങുന്ന സമയത്ത് ഇതെല്ലാം കൂടി ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ പാപ്പിക്ക് അതേ തൂക്കത്തിന് തന്നെയാണ് എടുത്തത്. ആ കഴിച്ചതിൻ്റെ അതേ തൂക്കത്തിന് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇതാണ് കുഞ്ഞു വളയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ പൊട്ടിക്കില്ല. അതിൻ്റെ ഉള്ളിലൊരു വള കൂടി ഇട്ടപ്പോൾ ആൾക്ക് നല്ല ടിപ്പ് ടോപ്പായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവൾക്ക് കൈ ചെറുതായി വേദനിച്ചു. പിന്നെ കമ്മൽ നമ്മളത് ഒട്ടാനാണ് കൊടുത്തത്. എന്ത് ചോദിച്ചാൽ വിളക്കാൻ കൊടുക്കുക എന്ന് പറയില്ലേ, അതിന് കൊടുത്ത്. അപ്പോൾ മാലയും വിളക്കാൻ കൊടുത്ത്, നൂല് കെട്ടിയിട്ടിരിക്കുകയാണ് മാല. ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസമൊക്കെ ആയി മാലയും ഇതൊക്കെ പൊട്ടിയിട്ട്. മാല നൂല് കെട്ടിയിട്ടപ്പോൾ അത് നൂലൊക്കെ ദ്രവിച്ച് പോയി അഴിഞ്ഞു വരും. എന്തായാലും ഇതുവരെ വന്നു. അപ്പോൾ പിന്നെ അതുകൂടി ഒന്ന് വിളക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും വിളക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കമ്മൽ വിളക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇട്ട് കൊടുക്കാൻ അവൾ അവിടെ നിന്ന് സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ഒരു വിധത്തിൽ ആ കുഞ്ഞു കമ്മൽ തന്നെ അവരൊരു വിധത്തിലൊക്കെ അഴിച്ചെടുത്തു. പിന്നെ ഇടാൻ സമ്മതിക്കാതിരുന്നപ്പോൾ വീണ്ടും ഒരു കുഞ്ഞു കമ്മൽ തന്നെ മറ്റേ നമ്മുടെ കാതുകുത്തുമ്പോൾ 200 രൂപയുടെ ആ സ്റ്റഡ് എടുക്കില്ലേ, അതിന് തന്നെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക്. എന്ന് ചോദിച്ചാൽ അവളുടെ ഊരിയെടുക്കാമെന്ന് പറയുന്നത് അവൾക്ക് വല്ലാത്ത വിഷമമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മാല ഇട്ട് കൊടുത്തപ്പോൾ ചിരി കാണണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ്. പിന്നെ 56 ആ ഫംഗ്ഷൻ കാണാനും പോയി. അവിടെ നിന്ന് 56 അപ്പോൾ അവിടെ നിന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാനും പാപ്പിയും ജോഷിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സദ്യയായിരുന്നു. പാപ്പിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടായിരുന്നു, പായസം. അതും കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ പാലക്കാട്ടിലെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പാപ്പിനെ കണ്ട് എല്ലാവരും ഓടിക്കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ഒരാളെന്നല്ല, ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാപ്പിൻ്റെ വീട്
ഇപ്പോൾ ഇതാ ഈ അവസ്ഥയിൽ അടിപൊളിയായിട്ടുണ്ട്. പാപ്പിൻ്റെ കൂട്ടുകാരികൾ, അച്ഛമ്മമാർ, കൂട്ടുകാരികളല്ല. എന്താണ് വിശേഷം? പാപ്പിന്റെ വീട് കണ്ട വലിയ അച്ഛമ്മ, ദേവി അച്ഛമ്മ, അങ്ങനെ പാപ്പിന്റെ കൂടെ. ആ ഇത് വലിയ അച്ഛമ്മ. ആ ദേവിയമ്മ അടുത്ത് നിക്ക്. ആ ഇത് ദേവിയമ്മ. ഇത് എപ്പോഴും പാപ്പിന്റെ അടുത്ത് വന്നിട്ട് ചായ തരില്ല, ചായ തരില്ല പറയും പാപ്പി. പാപ്പിന്റെ വീട് എന്തായി? പാപ്പിന്റെ വീട് എടുക്കാം നമുക്ക്. അതല്ലേ പാപ്പിന്റെ വീട്. പാപ്പിന്റെ വീട്ടിൽ ഒരു ഓല പോലും ഇല്ല. ഒക്കെ 3 വർഷമായില്ലേ വലിയമ്മ പെര മേഞ്ഞിട്ട്. നമ്മളിവിടുന്ന് പോയിട്ട് തന്നെ 2 വർഷമായില്ലേ. അതിന് മുന്നേ മേഞ്ഞതല്ലേ, 3 വർഷമായി. പിന്നെ ആ കമലാശി മുത്തിൻ്റെ അമ്മ. ആര് വലിച്ചിട്ട് പോയാ? ആ ഇപ്പൊ എടുക്ക, ഞാൻ കാണിച്ചു തരാം. അടുത്ത് ഇത് രോഷിന്റെ കൂട്ടുകാരിയാണ്. എന്നെക്കാളും ചെറുതാണ്, പക്ഷെ ഹൈറ്റൊക്കെ വന്ന് നോക്കുമ്പോ ഞങ്ങൾ ഒപ്പമായി പോയി. അതന്നെ അവളെ തോന്നുന്നു. അയ്യോ ഇല്ല, ഇപ്പൊ അച്ഛൻ കിടക്കണില്ലല്ലോ. ഇതായിരുന്നു നമ്മുടെ വീട്, പാപ്പിന്റെ വീട്. ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്. കാണുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്, വല്ലാത്ത വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. പാപ്പിന്റെ സൈക്കിള് കൊണ്ടുപോകാല്ലേ. ആ ചെയറുകളുണ്ട് പാപ്പിന്റെ, 3 ചെയറാണ്. പാപ്പി ഇരിക്കുമ്പോ കുഞ്ഞു കുഞ്ഞു ചെയറിൽ മാറ്റി മാറ്റി ഇരിക്കണത്. ഇവിടെയായിരുന്നു നമ്മുടെ അടുപ്പ്, ഇവിടെയായിരുന്നു. അങ്ങനെ എല്ലാവരും ഇവിടെ ഇങ്ങനെ വരും. ഫ്രിഡ്ജ്, അലമാറ, അങ്ങനെയൊക്കെ എല്ലാം. ഫാന്. ഈ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ കഴിഞ്ഞത്. ഈ ഒരു ലൈറ്റാണ് ആകെ കൂടി ഉണ്ടായിരുന്നത്, എല്ലാത്തിനും കൂടി. പാപ്പി പാപ്പി വാലാപ്പൻ്റെ അപ്പാപ്പൻ്റെ വീട്ടിൽ വന്ന് നാരങ്ങ വെള്ളം കുടിക്കുകയാണ്. ഇത് പാപ്പിൻ്റെ അച്ചാച്ചൻ്റെ അനിയൻ്റെ വീടാണ്. അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ അവിടെയൊക്കെ പോയി, ഓലപ്പെരയിലൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് കണ്ടപ്പോൾ തന്നെ വല്ലാത്ത വിഷമമൊക്കെ തോന്നി. അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ പാപ്പിക്ക് വന്നെത്തിയതും നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊടുത്താണ്. അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും. ഇവിടെയും പാപ്പി ഗ്ലാസ് എറിയെന്ന് വിചാരിച്ചു, പക്ഷേ വേറെ വീട്ടിലാണെന്നുള്ളത് കൊണ്ട് പാപ്പി ഗ്ലാസ് എറിഞ്ഞില്ല, കയ്യിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പാപ്പിൻ്റെ പ്രേമാമ അച്ചമ്മ. അവനെ ചിലപ്പോ രാത്രി തപ്പിയ കാണില്ല കേട്ടോ. കറണ്ട് പോയ പല്ല് മാത്രം ചിരിക്കണം കേട്ടാ, കറണ്ട് പോയി ചിരിക്കണം എന്തായാലും. ഞാൻ കുടിച്ചു, ചെറിയമ്മ കുടിച്ചോളെ. അവൾക്ക് കിട്ടിയില്ലാന്ന്. ഇവിടെ ഒരു 4-5 വീടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും 2 വർഷം കഴിഞ്ഞിട്ട് വന്നതല്ലേ. അപ്പോൾ എല്ലാ വീട്ടിലും പോയി ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെ പാപ്പിൻ്റെ ന്യൂഷിന് കൂട്ടുകാരൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ പാപ്പിയും ഇതേപോലെ ഓടിച്ചാടി കളിക്കേണ്ട ഒക്കെയാണ്. അതൊക്കെ ആവും, ഇന്നല്ലെങ്കിൽ നാളെ ആവും എന്തായാലും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ
ഞാൻ പറഞ്ഞില്ല എനിക്ക് ചെടി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഓലപ്പേരിൻ്റെ മുന്നിലെ ഇഷ്ടംപോലെ ചെടി ഇങ്ങനെ വെച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പോയപ്പോൾ ഒക്കെ കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. ഒക്കെ കാട് പിടിച്ചു, കുറേ ചെടികളൊക്കെ ഉണങ്ങിപ്പോയിരിക്കണം. പിന്നെ അതിൽ പറ്റുന്ന കുറച്ച് ചെടി മാത്രം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാവളമ്പഴമൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ മരവും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കിട്ടും. അതിന് നമ്മുടെ പാപ്പിക്ക് ഇങ്ങനെ വന്നപ്പോൾ ഒരു സന്തോഷത്തോടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചെടിയൊക്കെ പറ്റുന്നതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് കൊണ്ടുപോയി നടാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഇനി ഓട്ടോ വന്നിട്ട് നമ്മൾ നേരെ ഇനി കമ്പിളിച്ചുങ്ങം കടയിലേക്കാണ് പോകുന്നത്. കമ്പിളിച്ചുങ്ങം കടയിൽ നിന്ന് വീട്ടിലേക്കാണ് പോകുന്നത്. എന്താ വെച്ചാൽ കമ്പിളിച്ചുങ്ങത്തെ ഒരു കടയിൽ കയറി ഈ പൊക്കോട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കമ്പിളിച്ചുങ്ങം കടയെന്ന് പറയാൻ കാരണം. അപ്പോൾ ഓട്ടോ വന്ന് നമ്മൾ തിരിച്ചതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ കയറി നമ്മൾ ഇരുന്നപ്പോൾ വല്ലാത്തൊരു എന്താ പറയുക ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പഴയ ഓർമ്മകളും നമുക്ക് എന്നും ആ ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടില്ല, എന്നും നമ്മുടെ മനസ്സിലായ ഓർമ്മകളുണ്ടാവും. എന്നാൽ കൂടി അത് ഇത്രയും മോശമായി പോയപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ അത് ഒന്നുകൂടി വൃത്തിയാക്കി എടുക്കാമെന്ന് പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, സമയം ഉണ്ടായിരുന്നു. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ അവിടേക്ക് പോയത്. അതുകൊണ്ട് പിന്നെ അച്ഛൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് അവിടെയൊക്കെ വൃത്തിയാക്കി അവിടെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ഇവിടെ ആയപ്പോൾ പിന്നെ അങ്ങടിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോയിട്ടുമില്ല. അതുകൊണ്ട് അത് അങ്ങനെ കിടക്കണം. ഇനി ഒരു ദിവസം പോയി ഒക്കെ അടിച്ച് വൃത്തിയാക്കണം. എന്തൊക്കെ ആയാലും നമ്മൾ പാപ്പിയാണെങ്കിലും രോഷിയാണെങ്കിലും കളിച്ചും ചിരിച്ചും നടന്ന ഒക്കെ ഒരു സ്ഥലമാണത്. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളിതാ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രോഷിയൊക്കെ പോയി വാതിലൊക്കെ തുറന്ന് വെച്ച് പാപ്പിനെ എടുത്തിട്ട് പോയി. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു കുഞ്ഞു യാത്രയായിരുന്നു പാപ്പിയും കൊണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റിയെന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് പേരെ കണ്ടു, അവരുടെ സ്നേഹവും എല്ലാം കണ്ടു. അപ്പോൾ എല്ലാത്തിലും ഒരുപാട് സന്തോഷം. എന്തായാലും പഴയ വീടൊക്കെ പോയി ഒന്ന് അടിച്ച് വൃത്തിയാക്കി വയ്ക്കണം. ഒരു ദിവസം പോകണം, എന്നാലും നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സമയം കിട്ടുന്ന ഒരു സമയത്ത് പോകണം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കണ്ട. നിങ്ങൾ ലൈക്കും കമൻറ്റും ഇടുമ്പോഴായിരിക്കും യൂട്യൂബ് കുറച്ച് പേർക്ക് അധികം വീഡിയോസ് എത്തിക്കുക. അപ്പോൾ നാളെ ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും.